സ്പായുടെ റിലീസ് അറിഞ്ഞുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം തന്നെ പണിമുടക്ക് എന്തിനു വെച്ചു എന്നുള്ള അതാരാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ള ഒരു അന്വേഷണം ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, ഞാൻ ചോദിക്കുന്നത് പണിമുടക്കാണോ നമ്മുടെ റിലീസ് ഡേറ്റ് ആണോ ആദ്യം അനൗൺസ് ചെയ്തത്? വളരെ ഒരു സൊസൈറ്റിക്ക് വേണ്ടി നടത്തുന്ന, ഒരു സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു പണിമുടക്കാണ്. എൻ്റെ സംശയം ബാലിശമാണെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ അത്തരത്തിലുള്ള നിങ്ങൾ പോലെ ഉത്തരവാദിത്തമുള്ള ഒരാൾ ഇവിടെ വന്നിരുന്ന ഇത്തരത്തിലൊരു വർത്തമാനം പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു തല്ലിന് ഞാൻ ഉത്തരവാദിയല്ല. കോമഡി ഫിക്ഷൻ മൂവിയാണിത്, അത്രേ എനിക്ക് പറയാനേ അറിയുള്ളൂ. മൂവി കണ്ടിട്ടില്ല. ഡേഞ്ചറസ് എൻകൗണ്ടേഴ്സ്. ഇപ്പം ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയാൻ മടിക്കുന്ന ഒരു പ്രമേയമാണിത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു പ്രമേയം ചൂസ് ചെയ്തു? ആളുകൾ പറയാനൊക്കെ മടിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു പ്രമേയം ചൂസ് ചെയ്തു? ആളുകൾ പറയാൻ മടിക്കുന്ന വിഷയമായതുകൊണ്ടായിരിക്കില്ല, ഇങ്ങനൊരു സിനിമ ചെയ്യാമെന്നുള്ളൊരു തോട്ട് വരാതിരുന്നത് കൊണ്ടായിരിക്കാം. അപ്പം ഞാൻ കരുതി ഇതിൻ്റെ 2 വേർഷൻസും രണ്ട് ലെയറുകളാണ് ഇന്നത്തെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് സിനിമയെക്കുറിച്ചാണ്. സിനിമയിൽ ഉള്ള ആക്ടേഴ്സാണ്, എല്ലാ ആക്ടേഴ്സിനും അറിയാവുന്നതാണ്. ഇത്രയും സീനിയറിലെ വിജയൻ സാർ, രവി സാർ, ശ്രീകാന്ത്, ജോജി, ശ്രുതി, പൂജിത, രാധിക, മേഘ, അങ്ങനെയുള്ള ശ്രീലക്ഷ്മിയും കൂടെ ഉണ്ടായിരുന്നല്ലോ, ഒരു പുതുമുഖമല്ല. ശ്രീലക്ഷ്മി, ശ്രീജ, അങ്ങനെയുള്ള ആളുകളുണ്ട്, ആക്ടേഴ്സുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ തന്നെ ഇവർ സിനിമയിലെ ആക്ടേഴ്സാണ്. സിനിമയിൽ എന്താണ് കൊണ്ടിരുന്നത്, സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചോദിക്കാം. ഇനി സിനിമയ്ക്ക് അപ്പുറം ഇതിങ്ങനൊരു കണ്ടംപററി ആയിട്ട് ഇങ്ങനൊരു പല കാലങ്ങളിൽ വിവാദമായിട്ടുള്ള ഒന്നാണ് സ്പാ സെൻറ്റേഴ്സ്. അപ്പോൾ അതിനെ കുറിച്ചുള്ള ചർച്ചകൾ, സ്പായിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ, അതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ സൊസൈറ്റിയിലുണ്ട്. ഞാനിതുവരെയായിട്ടും കംപ്ലീറ്റ്ലി പടം കണ്ടിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും ഒരു എക്സൈറ്റ്മെൻറ്റ് ഇരിക്കുന്ന പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, വളരെ ക്യൂരിയസ് ആയിട്ട് ഇരിക്കുകയാണ്. ഹൗ ഇസ് ദ ഫിലിം ലുക്കിംഗ്? ബട്ട് വൺ തിങ് ഐ ക്യാൻ അഷ്യൂർ യു, ഇറ്റ്സ് എൻ എബ്രിഡ് ഷൈൻ മാജിക് ദാറ്റ് ഹാസ് കം ഓൺ സ്ക്രീൻ. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവിടെ Major Ravi, and then we have our writer, director, artist, and then we have anchor, and we have singers. എല്ലാവരും പല പ്രൊഫഷൻസ് നിന്ന് വന്നിട്ട് ആക്ടേഴ്സും ഉണ്ട്. സോ ഓവറോൾ it's a brilliant film. It's a lot of fun. I hope you like it. മലയാള സിനിമ ഫോളോ ചെയ്യുന്നതെല്ലാം അറിയാം. ബ്രിഡ് ഷൈൻ്റെ സിനിമകൾക്ക് ഓരോ സിനിമയും വ്യത്യസ്തമായ വിഷയങ്ങളാണ്. ഒരു പ്രാവശ്യവും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫൺ ഫീൽഡ് ആയിട്ടുള്ള ഒരു മൂവിയാണിത്. നമ്മളെല്ലാവരും പല സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഇങ്ങനെയൊരു സിനിമ, ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കും ഇതാദ്യമാണ്. ഈ അഭിപ്രായത്തോട് ഇതിൽ അഭിനയിച്ച എല്ലാവരും യോജിക്കും ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പെർഫോം ചെയ്തിട്ടുള്ള പോർഷൻസ് മാത്രമാണ് ഡബിങ് ടൈമിൽ കണ്ടത്. മുഴുവൻ സിനിമ കാണാൻ പറ്റിയത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഏതായാലും പൂജിത മാത്രമേ ഫിലിം മുഴുവൻ കണ്ടിട്ടുള്ളത്. എനിവേസ് നമ്മളും പ്രേക്ഷകരെ പോലെ തന്നെ വളരെ ആങ്ഷ്യസ് ആയിട്ട്, വളരെ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുകയാണ്. ഏതായാലും ബ്രിഡ് ഷൈൻ ഇപ്പോഴും വളരെ വ്യത്യസ്തമായിട്ട് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിനെ വളരെ വ്യത്യസ്തമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യണം. ആ നിലയ്ക്ക് ആണ് ബ്രിഡ് ഷൈൻ്റെ സിനിമകൾ കാണാൻ വരുന്ന പ്രേക്ഷകരും മൊത്തത്തിൽ വ്യത്യസ്തതയാണ് പ്രതീക്ഷിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്ക് തീർച്ചയായും നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന, നമുക്ക് നിറയെ ചിരിക്കാൻ എലമെൻറ്റുകളുള്ള ഒരു സിനിമയാണ് സ്പാ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ, നിങ്ങൾ മീഡിയ പീപ്പിൾ മാക്സിമം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. സിനിമ തിയേറ്ററിൽ വന്ന് കാണാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. ഈ ഒരു മൂവി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് എ ഹാർട്ട് ഫെൽറ്റ്, നമുക്ക് മനസ്സിന് തൃപ്തി വരുന്നൊരു ആംബിയൻസിൽ അങ്ങനത്തെ ഒരു സെറ്റായിരുന്നു. നമ്മൾ എത്രമാത്രം എൻജോയ് ചെയ്തു അത്ര തന്നെ നിങ്ങൾ കാണുന്ന എല്ലാ ആൾക്കാരും എൻജോയ് ചെയ്യണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം ആൻഡ് പ്രതീക്ഷ. അപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ സിനിമ തിയേറ്റേഴ്സിൽ വരും. ഇതിൽ കുറേ നമുക്ക് എല്ലാവർക്കും അതുപോലെ അഡൽട്ട് ജോക്സ് ഉണ്ട്. ഐ എം ഷുവർ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹ്യൂമർ ആയിരിക്കും. ആൻഡ് ഐ എം ഷുവർ ഓൾ ഓഫ് യു വിൽ എൻജോയ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് നമ്മളോട് എല്ലാവരും ഓണസ്റ്റ് ഒപ്പീനിയൻ ആൻഡ് ഫീഡ്ബാക്ക് പറയാം. ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരോടും കൂട്ടിയിട്ട് പോവാം. പകുതി ആൾക്കാർക്ക് മലയാളീസിനെ അറിയില്ല. എപ്പോഴും വിജയ് വന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം. കുട്ടിയായിരിക്കുന്നത് നഴ്സറി തൊട്ടിട്ട് അവിടെ പഠിച്ചിട്ടുള്ളതാണ്. ബിക്കോസ് ഹിസ് മദർ വാസ് ഇൻ ദ ഹൈ കമ്മീഷൻ ആൻഡ് ഓൾ ദീസ് തിങ്സ്.
ബിഗ് തിങ്. എനിവേ, വിജയ് പറഞ്ഞതിനോട് ഞാൻ ഫുള്ളായിട്ടും എഗ്രി ചെയ്യാന്ന് വെച്ചാൽ ഈ ഹാർഡ് ടാസ്ക് മാസ്റ്ററിൻ്റെ കൂടെ പണിയെടുക്കുന്ന സമയത്ത് ഐ ജനറലി എൻജോയ് ഇറ്റ്. കാരണം നമ്മളൊരു ഡയറക്ടറായിട്ട് വെൻ യു ഗോ ടു ആക്ട് വിത്ത് സംബഡി, അതൊരു പുതിയ ഡയറക്ടറാണെങ്കിലും ശരി, ഞാൻ ഒരിക്കലും അവിടെ പോയിട്ട് സജഷൻ കൊടുക്കാറില്ല. ബിക്കോസ് അവരുടേതായിട്ടുള്ളൊരു വിഷയമുണ്ട്. അങ്ങനെ ഞാൻ ആക്ഷൻ ഹീറോ ബീജു തൊട്ടിട്ട് ഉള്ള അസോസിയേഷനാണ്. പിന്നെ സ്പാ, ഈ പടത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടിച്ചിട്ടാണ് ഞാൻ യെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനു വേണ്ടി 2-3 പ്രാവശ്യം ഷൈനിൻ്റെ വീട്ടിൽ വന്നു, സാർ ഈ റോഡ് ചെയ്യണം, മോനെ വേണോ. അവസാനം പറഞ്ഞു വേണം. അപ്പം ഓക്കെ, ഇനി ഇറ്റ്സ് അപ് ടു യു. താഴത്ത് വൈഫുണ്ട്, ഒന്നും പറഞ്ഞിട്ട് പോയിക്കാൻ പറഞ്ഞ കഥ ചെയ്യുന്നുണ്ടെന്നുള്ളത്. പക്ഷേ he didn't meet my wife. He walked off. Now, day after tomorrow, she will be coming with me to watch the film. Whatever happens, you will be the person who is responsible. Okay? അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. But it was real fun working in this film. ആ ഒരു 1 day or 2 days, whatever I worked, അതിനകത്ത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും പറയുന്നുണ്ട് ഇതൊരു സംതിങ്. പക്ഷെ ആ സംതിങ് കാണാൻ വേണ്ടി ഞാനും ആകാംക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ബിക്കോസ് ഇത്രയും ആൻഷൈറ്റി എനിക്ക് ഒരു പടത്തിലും അഭിനയിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു ആൻഷൈറ്റി ഉണ്ട്. സോ യു ഓൾ ആൻഡ് ഹി സെറ്റ് വൺ തിങ്, മീഡിയയ്ക്ക് സ്പെഷ്യലായിട്ട് ഫുൾ ടിക്കറ്റ്സ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങൾ കാണാം. മറ്റു പലപ്പോഴും ഞാൻ കാണാറുണ്ട്. ഞാൻ ഷൈൻ്റെ അടുത്ത് പറയും, ഈ ചെറിയ ക്യാമറ ഇട്ട് വരുന്നവരെ നമുക്ക് എന്തുകൊണ്ട് അവരെ തിയേറ്ററിനകത്ത് വിളിച്ചിട്ട് പടം കാണിച്ചുകൂടാം. അപ്പം അത് ഷൈൻ അത് ഫോളോ ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി ദാറ്റ് കട്ട്സ് വാട്ട് യു ഹാവ് ഷോൺ. നമ്മളത് അവരെ കാണിച്ചിട്ട് ഓക്കെ ഇനി നിങ്ങൾ എഴുതിക്കുന്നു പറയും. സോ ദാറ്റ് വിൽ ബി ഹാപ്പനിങ്. ആ ഗട്ട്സിന് ഐ അപ്രീഷിയേറ്റ് യു. പിന്നെ ഷൈൻ പറഞ്ഞൊരു വാക്കുണ്ട് സെൻസറി എഴുതുമ്പോൾ, സാറേ ക്ലീൻ എ സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത്. ക്ലീൻ യു എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ക്ലീൻ എ സർട്ടിഫിക്കറ്റ് ആദ്യം. അപ്പം അതിൻ്റെ ചങ്കൂറ്റത്തിന് ഐ സല്യൂട്ട് യു ഫോർ ദിസ് തിങ്. ഇപ്പം ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയാൻ മടിക്കുന്ന ഒരു പ്രമേയമാണിത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു പ്രമേയം ചൂസ് ചെയ്തു? ആളുകൾ പറയാനെങ്കിലും മടിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു പ്രമേയം ചൂസ് ചെയ്തു? ആളുകൾ പറയാൻ മടിക്കുന്ന വിഷയമായതുകൊണ്ടായിരിക്കില്ല, ഇങ്ങനൊരു സിനിമ ചെയ്യാമെന്നുള്ളൊരു തോട്ട് വരാതിരുന്നത് കൊണ്ടായിരിക്കാം. നമുക്ക് ഇപ്പം ഞാൻ ക്രിക്കറ്റ് മൂവി ചെയ്തു 1983 എന്നുള്ള സിനിമ ചെയ്തപ്പോൾ അങ്ങനൊരു സിനിമ പറയാൻ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇത്രയും ആളുകളുടെ ഇമോഷൻസ്, ഇത്രയും ആളുകൾക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു സബ്ജക്റ്റാണ് ക്രിക്കറ്റ്. അപ്പം ഞാൻ 2013 സിനിമ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് വേൾഡ് കപ്പ് കിട്ടുന്നത് 1983 അപ്പോൾ അത്രയും വർഷങ്ങൾ ഈ ഇമോഷനിലൂടെ കടന്നു പോയിട്ടുള്ള എത്രയോ മനുഷ്യരുണ്ട്. ഞാൻ ആ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, ഇതായത് എനിക്ക് എൻ്റെ കഥയാണ്, അല്ലെങ്കിൽ ഞാൻ പറയാനിരുന്ന കഥയാണ്, എനിക്കിത് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ്. നിങ്ങളുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്നോട് വിപിൻ ജയ ചെയ്ത വിപിൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ പടം കണ്ട് കരഞ്ഞു പോയി, കാരണം ഞാൻ പറയാനിരുന്ന സിനിമയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയാൻ താല്പര്യമില്ലാത്തൊരു കഥയായതുകൊണ്ടല്ലോ. അപ്പോൾ ഒരു തോട്ട് വന്നില്ലായിരിക്കും ആളുകൾക്ക്. സ്പാ ബേസ് ചെയ്തൊരു സിനിമ ഒരു പക്ഷേ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്തിരുന്നിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നിരിക്കാം. അങ്ങനെ ഒരു തോട്ട് വന്നില്ല, അതുകൊണ്ടായിരിക്കും അത് ചെയ്യാതിരുന്നത്. ഷൈൻ സാറിൻ്റെ കൂടെ ഇതിന് മുന്നേ ഒരു പ്രോജക്റ്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് സ്പാലേക്ക് സാറ് വിളിക്കുന്നത്. അപ്പോൾ ഈ പടത്തിലുള്ള ഒരുപാട് ആൾക്കാരെ പോലെ തന്നെ എനിക്കും ഇതിൻ്റെ കഥയൊന്നും ആദ്യം അറിയാതെയാണ് വന്നത്. അത് ഷൈൻ സാറെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഈ പ്രോജക്റ്റിലേക്ക് ഇന്നായിരിക്കുന്നത്. അതിപ്പോഴും അതേ ട്രസ്റ്റ് അതുപോലെ തന്നെ ഉണ്ട്. ആ സിനിമ ഞാനും മുഴുവൻ കണ്ടിട്ടില്ല, കുറച്ച് ഡബിൻ്റെ പോർഷൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ മറ്റന്നാളെ കാണാമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് കാണാമെന്നുണ്ട് വെയിറ്റ് ചെയ്യാണ്. നിങ്ങളും കാണൂ, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയൂ. അതൊക്കെ കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. താങ്ക് യു. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ മേഘ. സ്പായിൽ ടൈറ്റിലിൽ ക്ലീൻ എ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ, പക്ഷേ ഐ വോണ്ട് ടു സേസ് ഞാൻ അഭിനയിച്ച ഫ്രെയിമിൽ എൻ്റെ കൂടെ അണ്ടർ 18 പിള്ളേരുണ്ടായിരുന്നു. സോ ഐ സംവെയർ ബിലീവ് ദാറ്റ് ദിസ് സിനിമ ഇസ് നോട്ട് ആക്ച്വലി അബൌട്ട് അഡൾട്ട് ജോക്സ് ഓർ ലൈക്ക് അങ്ങനത്തെ ദ വിയർഡ് തോട്ട് ദാറ്റ് പീപ്പിൾ ഹാവ് റിഗാർഡിങ് ആൻഡ് അറൗണ്ട് സ്പാ. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഞാനും എൻ്റെ ഡബിങ് പോർഷൻ മാത്രമാണ് കണ്ടിരിക്കുന്നത്. ഐ ഹോപ്പ് നിങ്ങൾ മറ്റേ പാട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഫോർ ഷുവർ യു വുഡ് ഹാവ് എൻജോയ്ഡ് എ സ്നീക് പീക്ക് ഓഫ് ദ മൂവി. ഐ എം
just like you guys, even I am excited for Feb's 13th. Cinema എല്ലാവർക്കും കാണാം. I hope everybody will enjoy it. ഹായ്. ശ്രുതി, ഇപ്പം നോക്കണം, ശ്രുതിയുടെ ചെയ്യണം നോക്കുകയാണെങ്കിൽ ഇപ്പം കോമ്പറ്റീഷൻ അടിച്ച് തുടങ്ങി, അതിനുശേഷം കിസ്മത്ത്, അതിനുശേഷം പിന്നെ ഒരുപാട് അന്യഭാഷ ചിത്രങ്ങളും കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ സ്പായിലെത്തിയിരിക്കുന്നു. ഈ ഒരു ജേണി എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ ശ്രുതി കുറച്ചു നേരം മുന്നേ പറഞ്ഞു ഇപ്പം മറ്റ് പല ജോബുകളിൽ നിന്ന് വന്ന് ഇപ്പോൾ സിനിമകളിൽ എത്തിക്കുന്ന ആൾക്കാർ, അപ്പോൾ മെയിനായിട്ട് അത് ശ്രുതി തന്നെയാണ് ആക്ച്വലി. കാരണം വലിയൊരു ഇൻസ്പിറേഷനുമാണ് അങ്ങനെ നോക്കുമ്പോൾ സമയത്ത്. അപ്പോൾ ഈ ജേണി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ആക്ച്വലി റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് എന്നെ ഞാൻ കുറച്ചും കൂടി കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോവാണ്, ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഐ എക്സ്പ്രസ് ബെറ്റർ ഇൻ ഇംഗ്ലീഷ് ദാൻ മലയാളം. സോ ഐ നെവർ ബീൻ ഏബിൾ ടു സ്റ്റേ ഇൻ എ ബോക്സ്. എൻ്റെ പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. സോ ഐ ഓൾവേസ് വാസ് ഇൻട്രസ്റ്റഡ് ഇൻ മെനി തിങ്സ്. ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറായിരുന്നു. ഞാൻ ബോംബെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. കുറേ NGOസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിരുന്നു. പിന്നെ ഞാൻ മോഡലായിരുന്നു. പിന്നെ ആങ്കറിങ് കുറേ ചെയ്തു. പിന്നെ ആക്ടിങ് ചെയ്തു. സോ ഇറ്റ് ഹസ് ബീൻ എൻ അഡ്വെഞ്ചർ. ഞാനിങ്ങനെ പ്ലാനിങ് ഇട്ട്, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല. ബിക്കോസ് പൈലറ്റിൻ്റെ എക്സാംസ് എല്ലാം കൊടുത്തിട്ട് ഞാനെല്ലാം പാസ്സായിട്ട് അമേരിക്കയിൽ പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സാറിൻ്റെ മുല്ല എന്ന് പറഞ്ഞൊരു പടം, രാജോ സാറിൻ്റെ മുല്ല എന്നെ ഓഫർ ചെയ്തത്. അപ്പോൾ ഐ വെന്റ് ആൻഡ് ആക്ടഡ് ഇൻ ദ ഫിലിം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഫിലിം ലാൻഡ്. അപ്പോൾ ഞാൻ പൈലറ്റിംഗ് വേണ്ടെന്ന് വെച്ചു. ഇൻഫാക്ട് മൈ സിസ്റ്റർ ഇസ് നൗ എ പൈലറ്റ് വിത്ത് ഇൻഡിഗോ എയർലൈൻസ്. റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയൊരു സഹകരണം ഞങ്ങൾക്ക് വേണം. കാരണം നിങ്ങളൊരു സത്യം മനസ്സിലാക്കേണ്ടത്, നാളെയാണ് ഇത് നമ്മുടെ സിനിമയുടെ റിലീസ്. അത് മറ്റൊരു മാറ്റേണ്ടി വന്നു. നിങ്ങൾ ആദ്യം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പണിമുടക്ക് ആദ്യം പ്രഖ്യാപിക്കുകയായിരുന്നില്ല. സ്പാ അനൗൺസ്മെന്റ് ഡേറ്റ് ആണ് ആദ്യം പ്രഖ്യാപിച്ചത്. അപ്പം സ്പായുടെ റിലീസ് അറിഞ്ഞുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം തന്നെ പണിമുടക്ക് എന്തിനു വെച്ചു എന്നുള്ള അതാരാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ള ഒരു അന്വേഷണം ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ എന്ത് ശക്തിയാണ് എന്ന് എനിക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ശരിയല്ല? അല്ല, ഞാൻ ചോദിക്കുന്നത് പണിമുടക്കാണോ നമ്മുടെ റിലീസ് ഡേറ്റ് ആണോ ആദ്യം അനൗൺസ് ചെയ്തത്? വളരെ ഒരു സൊസൈറ്റിക്ക് വേണ്ടി നടത്തുന്ന, ഒരു സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു പണിമുടക്കാണ്. എൻ്റെ സംശയം ബാലിശമാണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങൾ പോലെ ഉത്തരവാദിത്തമുള്ള ഒരാൾ ഇവിടെ വന്നിരുന്ന ഇത്തരത്തിൽ വർത്തമാനം പറഞ്ഞ് നിങ്ങൾ കിട്ടുന്ന ഒരു തല്ലിന് ഞാൻ ഉത്തരവാദിയല്ല. രണ്ടാമത് എനിക്ക് പറയാനായിട്ടുള്ളത് വളരെ ദാരുണമാണ്. സ്പാ ഒരു മികച്ച ചിത്രമാണ്, നമുക്കെല്ലാം അറിയാം. ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, വളരെ അമിത പ്രതീക്ഷ എനിക്കുള്ള ഒരു സിനിമയാണ്, ഒരു ചിത്രമാണ് സ്പാ. ഞാനത് ഏറെക്കുറെ സിനിമ കണ്ടിട്ടുണ്ട്. എൻ്റെ മേക്കിംഗ് ആയാലും വിഷ്വൽസ് ആയാലും അത് കൈകാര്യം ചെയ്യുന്ന രീതികൾ എല്ലാം മികച്ചതാണ്. I was only part of this film during the shooting for about a day, and it was quite an intense scene which I did. Now, the one thing I know about Shine, and I also felt during the shooting of this film, is the aspect that stands out about him is his formulation of the aesthetics of a cinema, of a film, of cinema generally. Now, you have the technical aspects of, any film has a narrative, you're telling a story, and but when the non-narrative aspects of it, like the technical aspects, like the cinematography, the sound, or the art direction, whatever, all the technical aspects, the non-narrative aspects that go into it, that is where I see that he has a very firm idea and a control over that process. And that always shows in all his films, if you see that. It comes through very clearly. And I won't say I had a good time during the shooting, because he's a very hard taskmaster, like he doesn't leave you alone just like that. But overall, it was a very illuminating experience. റൈറ്റർ ഡയറക്ടർ മൂവി ആയിരിക്കും. നമ്മൾ ആക്ടേഴ്സ് ഒരു ജസ്റ്റ് ടൂൾ മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞങ്ങളൊരു ടൂൾ മാത്രമാണ്. ഇത് കംപ്ലീറ്റ്ലി അപ്രീഷിയേറ്റ് മൂവി ആയിരിക്കും. എല്ലാ സിനിമയെ പോലെ ഇതിൻ്റെ ഒരു ടെറൈൻ തന്നെ വ്യത്യാസമായിരിക്കും. നമ്മൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും മൂവി തിയേറ്ററിൽ വാച്ച് ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. താങ്ക് യു സോ മച്ച്.